സാർ നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സാറ് പലപ്പോഴും രഹസ്യമായിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് പറയാറുള്ള ചില ആശങ്കകൾ, അത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത്. കാരണം അങ്ങ് എന്തൊക്കെയാണോ ഭയന്നത് അത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഈ വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ജനങ്ങൾക്ക്. BJP ദേശീയ ജനാധിപത്യ സഖ്യം വൻ നേട്ടമുണ്ടാക്കും. എന്താ പറയുക, ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം സീറ്റ് കിട്ടില്ലെങ്കിൽ കൂടി ഒരു 15 സീറ്റെങ്കിലും കിട്ടും എന്ന് പലരും എന്താ പറയുക പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തുടക്കത്തിലോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു 5 സീറ്റ് കിട്ടിയാൽ അതൊരു വലിയ നേട്ടം എന്നാണ് ഞാൻ പറയാറുണ്ടായിരുന്നത്. അതും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷമാണ് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത്. CPM പ്രതീക്ഷിക്കാത്ത പോലെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. ഇതിലെല്ലാം ഒരു ഒരു കോമൺ ഫാക്ടറുണ്ട് സർ. ഇവർ പറഞ്ഞ പോലെ മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഇല്ല എന്ന് UDFും മറ്റ് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കൺസോളിഡേഷനാണ്. സാർ എന്ത് പറയണം അതിനെക്കുറിച്ചിട്ട്? സമ്പൂർണ്ണമായിട്ടും കുമാറിൻ്റെ ആ നിരീക്ഷണത്തോട് ഞാൻ സമ്പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഈ ട്രെൻഡ്, ഈ മൈനോറിറ്റി മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം, UDFന് അനുകൂലമായിട്ട് ഈ ട്രെൻഡ് നമ്മൾ കണ്ടു തുടങ്ങിയത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ എവിടെയെല്ലാം ക്രിസ്ത്യൻ മുസ്ലിം കൺസോളിഡേഷൻ മെജോറിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും UDF സ്യൂപ്പ് ചെയ്ത് ജയിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. BJPക്ക് അവരുടെ വോട്ട് കിട്ടിയില്ല. നമ്മൾ ക്രിസ്ത്യൻ ഔട്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടകകക്ഷികൾക്ക് വളരെ പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളതാണ് BJPയുടെ ശീലം. കാരണം ഘടകകക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്ക് മെജോറിറ്റി സീറ്റ് കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP ആരെയാണ് ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്? പലപ്പോഴും ചെറിയ കക്ഷിയുടെ മുഖ്യമന്ത്രിമാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതെ. കാരണം അത് BJPയുടെ ഒരു നിലപാടാണ്. കാരണം നമ്മൾ ജയിക്കുന്ന സീറ്റ്, ഇപ്പോൾ ഒരിക്കൽ BL സന്തോഷ് പാർട്ടിയുടെ ഒരു ഇൻസൈഡ് മീറ്റിങ്ങിൽ പറഞ്ഞത്, നമ്മൾ ജയിക്കുന്ന സീറ്റ് നമ്മൾ മാത്രം എടുത്താൽ പോരാ, നമ്മുടെ കൂടെ വരുന്നവർക്കും ജയിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജയസാധ്യത ഉറപ്പുള്ള സീറ്റുകൾ നമ്മൾ അവർക്ക് കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് കൂടി കൊടുത്താലേ നമുക്കത് ശരിയാകുള്ളൂ, അതാണ് അതിൻ്റെ രീതി എന്നാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നമ്മൾ വലിയ രീതിയിൽ ചെയ്തു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നേരത്തെയുണ്ട്. ഞാൻ കുറച്ചു കാലം പാർട്ടിയിൽ അതിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഞാൻ മാത്രമല്ല, മുരളീധരനും ഞാനും ആയിരുന്നു. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിക്കായിരുന്നു. പ്രഹ്ലാദ് ജോഷി വഴിയാണ് ഞങ്ങൾ 3 പേരും കൂടിയാണ് BL സന്തോഷിന് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് ബോധ്യമായി. അത് സത്യവുമാണ്, വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് സാറ് വളരെ സാറിൻ്റെ നല്ല മനസ്ഥിതി കൊണ്ട് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ BJPയുടെ കൂടെ നിൽക്കുകയും അവരുടെ കൂടെ നിന്ന് അവരുടെ ഔദാര്യം പറ്റി എല്ലാം നേടുകയും ചെയ്ത് BJPനെ കൊണ്ട് കുഴി ചാടിച്ചു എന്ന് വേണം പറയാനായിട്ട്. അല്ല, അത് അങ്ങയുടെ ഒരു നിരീക്ഷണമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കേണ്ടതുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ, ആ സീറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ UDFൻ്റെ ലീഡ് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലബാർ വിടുക, മുസ്ലിം ഏരിയകളിലേക്കുള്ള വിടുക. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും ഇത് മറ്റേ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞാൽ തൃശ്ശൂർ എവിടെയൊക്കെ ക്രിസ്ത്യൻ സ്വാധീനം വരുന്നുണ്ടെന്ന് നോക്കുക. തൃശ്ശൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, പാല, കടുത്തുരുത്തി, ഏറ്റുമാനൂർ.
ഞാൻ ഈ വായിച്ച നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഞാൻ ഈ വായിച്ച നിയോജക മണ്ഡലങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ക്രിസ്ത്യൻസിന് ഉണ്ട് മെജോറിറ്റി എന്ന് വെച്ചാൽ അവർ ഡൊമിനേറ്റിംഗ് ഫാക്ടറാണ്. പക്ഷേ അവർക്ക് സിംഗിൾ മെജോറിറ്റി ഉള്ളത് പുതുപ്പള്ളിയിൽ മാത്രമാണ്. പുതുപ്പള്ളിയിൽ മാത്രമാണ് 63% ക്രിസ്ത്യാനികളുള്ളത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ 63% ക്രിസ്ത്യാനികളാണ്. ബാക്കി പാലയൊന്നും ക്രിസ്ത്യൻ മെജോറിറ്റി അല്ല, പൂഞ്ഞാറും ക്രിസ്ത്യൻ മെജോറിറ്റി അല്ല. പക്ഷേ വളരെ സൈസബിൾ നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് ഉള്ളതാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ആണ്. അപ്പോൾ ഒരു കോമൺ ഫാക്ടർ അതിനകത്ത് വർക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെ ക്രിസ്ത്യൻ സ്വാധീനം വരുന്നുണ്ടോ ആ ക്രിസ്ത്യൻ സ്വാധീനം വരുന്ന മേഖലകളിലെല്ലാം UDF ലീഡ് ചെയ്യുന്നു എന്ന വസ്തുതയാണ് വരുന്നത്. ഒപ്പം ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം ഉണ്ടായി. ആ ഏകീകരണം UDFന് അനുകൂലമായിരുന്നു. പക്ഷേ CPM പറഞ്ഞിരുന്നത് എന്താണ്? മുസ്ലിം ഏകീകരണമില്ല, ക്രിസ്ത്യൻ ഏകീകരണമില്ല. ഞങ്ങൾ പാർട്ടി പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ 28% ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFൻ്റെ വോട്ട് സ്ട്രെങ്ത്, അതിൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസായ മൈനോറിറ്റികൾ ഈ പ്രാവശ്യം ഒരുമിച്ച് നിന്ന് UDFനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ഒരുതരം മൈനോറിറ്റി കമ്മ്യൂണലിസത്തിൻ്റെ വിജയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു മൈനോറിറ്റി കമ്മ്യൂണലിസത്തിൻ്റെ വിജയമാണ്. ഈ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 1957 തൊട്ട് 59 വരെ ഭരിച്ചു. 59 വിമോചന സമരം അമേരിക്കയുടെയും വത്തിക്കാൻ്റെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഇവിടെ നടത്തിയത്. അതിനെ പറ്റിയിട്ട് ആ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ലോനപ്പൻ നമ്പാടനും ഫാദർ വടക്കൻ അവർ രണ്ടുപേരും അവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഡാനിയൽ പാട്രിക് മൊയ്നിഹാനായിട്ട് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ ഡോളർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ വിമോചന സമരത്തിൽ പങ്കെടുക്കുകയും ഈ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് താഴെ ഇറക്കുകയും ചെയ്തത്. അതിനുശേഷവും കമ്മ്യൂണിസ്റ്റുകാർ, ഈ കത്തോലിക്ക സഭയ്ക്ക് അതിൽ ക്രിസ്ത്യൻ സഭകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഒരു ആഭിമുഖ്യമില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെയും അവരുടെ പുറകെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പുറകിൽ നടന്ന് നാണം കിടുകയാണ്. അതുപോട്ടെ, അത് BJPക്കും പറ്റി എന്നുള്ളതാണ്. അല്ല, അങ്ങനെ BJPയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം മറന്നുപോയി. ഈ പള്ളിയിലെ പാതിരിമാർ പരകള്ളന്മാരാണ്. ഈ ബിഷപ്പും കർദിനാളൊക്കെ ഉണ്ടല്ലോ, ദുഷ്ടക്കൂട്ടങ്ങളാണ്. അവർ ഹിന്ദുക്കളെ നശിപ്പിക്കാനും സനാതനധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട. അവരതിനു വേണ്ടി BJPനെ സുഹൃത്താണെന്ന് നടിച്ചുകൊണ്ട് തേൻ പുരട്ടിയ കത്തി വെച്ചിട്ട് കഴുത്തറത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നൊരു വിഷമമുണ്ട്. കാരണം ഇത്തവണ ഈ BJP നേതൃത്വത്തിലുള്ള എല്ലാവരോടും ഞാൻ ചോദിക്കുമ്പോൾ പറയണം, അതൊക്കെ പണ്ടായിരുന്നു. പള്ളിയിലും മദ്രസയിലും ഒക്കെ പോയി പറഞ്ഞ് അവർ വോട്ട് ചെയ്യണ കാര്യമൊക്കെ മറന്നുപോയി. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതെ കുമാരേ, ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഇതിനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ ഇപ്പോൾ 7 മണിക്കാണ് വോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 6:30 മണിക്കൊരു കുർബാന വെക്കും എല്ലാ പള്ളികളോടും അനുബന്ധിച്ചുള്ള പള്ളിക്കൂടം മറ്റേ കേന്ദ്രമാണ്, വോട്ട് ചെയ്യുന്നതിൻ്റെ കേന്ദ്രമാണ്, പോളിംഗ് സ്റ്റേഷനുമാണ്. അപ്പോൾ അതിന് ചുറ്റുമായിരിക്കും ആ പ്രദേശത്തുള്ളവർ വോട്ട് ചെയ്യുക. അപ്പോൾ ഇവർ പള്ളിയിൽ കുർബാനയിൽ അച്ഛൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തിൻ്റെ മഹത്വം പറഞ്ഞ് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, അപ്പോൾ നമ്മൾ വോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്, നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജനാധിപത്യവാദികൾക്കും ഈശ്വര വിശ്വാസികൾക്കുമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നിർദോഷമായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഈ ജനാധിപത്യവാദി എന്ന് പറഞ്ഞാൽ BJP ജനാധിപത്യവാദി അല്ല എന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
മനസ്സിലായില്ലേ? അച്ഛൻ നേരത്തെ പറഞ്ഞു കൊടുത്തേക്കുന്നത് BJP ജനാധിപത്യവാദികളല്ല എന്നാണ്. അത് ഏകാധിപത്യമാണ്. ക്രിസ്ത്യൻ ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻസും അതിനുവേണ്ടി പ്രവർത്തിച്ചെടുക്കുന്ന ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുമെല്ലാം ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു എന്നാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതൊരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വാധീനത്തിൽ നിന്ന് ക്രൈസ്തവ സഭ ഇപ്പോഴും വിമോചിതരല്ല എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാനും കഴിയില്ല. അവരും നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വന്ന സമയത്ത് എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ BJP ജനാധിപത്യവാദിയല്ല, കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ്, ഈശ്വരവിശ്വാസികളുമല്ല. അപ്പോൾ BJPക്കും വോട്ട് ചെയ്യരുത്, കമ്മ്യൂണിസ്റ്റുകൾക്കും വോട്ട് ചെയ്യരുത്, പിന്നെ ആർക്ക് വോട്ട് ചെയ്യണം? കോൺഗ്രസ്സിന്. ഈ സന്ദേശം പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ യാതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പറയേണ്ടത് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്, ഡോഗ്സ് വിസ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. പള്ളിയിൽ അച്ഛന്മാർ, ആ പാതിരികൾ, ഈ കള്ളക്കൂട്ടങ്ങൾ ഈ ഡോഗ്സ് വിസിലിൻ്റെ വിദഗ്ധന്മാരാണ്. അവർ പോപ്പിനും വരെ എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവരുടെ ഹിഡൻ അജണ്ട വെച്ചിട്ട് ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പാതിരിമാരും. അല്ല, അത് ഇപ്പോൾ അത് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ BJPക്ക് ഒരു സ്ഥലത്തും അവിടെ ഒരു ലീഡില്ലല്ലോ. കിട്ടൂല. കാരണം ഈ സാർ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അല്ല, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്, ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് ഏരിയകളിലല്ല. കുമാർ പറഞ്ഞ ഒരു വാസ്തവം അതിനാണ് നമ്മൾ ഈ ലീഡിൻ്റെ അത് വെച്ച് നമ്മൾ റിസൾട്ട് വന്നിട്ടില്ല, നമ്മൾ ലീഡ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ തൃശ്ശൂരിൻ്റെ കുറേ ഭാഗം തുടങ്ങി എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ടയുടെ കുറേ ഭാഗങ്ങൾ, മധ്യ തിരുവിതാംകൂർ, ആ പ്രദേശത്ത് മുഴുവനും BJP അല്ല UDF ലീഡ് ചെയ്യുന്നത്. ഒരു സംശയവും വിചാരിക്കേണ്ട. ക്രൈസ്തവ ഏകീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായി. അതുകൊണ്ടാണ് എത്രയോ 10,000 എത്ര ആ മറ്റേ മൂവാറ്റുപുഴയുള്ള ലീഡ് നോക്കി അറിയാൻ പാടില്ലേ, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. അവരുടെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായിട്ട് കണ്ടിരിക്കുന്നത്, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കണ്ടിരിക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ്സിനെയാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ലഭിച്ചിരുന്ന അധികാരവും അംഗീകാരവും പദവികളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രയാണ് ലഭിച്ചിരുന്നത്? കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കരുണാകരന് ശേഷം കോൺഗ്രസ് വന്ന മുഖ്യമന്ത്രി ആരായിരിക്കും? ക്രിസ്ത്യനായിരിക്കും അല്ലേ? കേന്ദ്രമന്ത്രിമാരാരായിരിക്കും? ക്രിസ്ത്യൻസ് ആയിരിക്കും. ഏറ്റവും പ്രോമിനൻ്റ് പൊസിഷനിലെത്തിയ കേന്ദ്രമന്ത്രിമാരെല്ലാം ആരായിരുന്നു? ക്രിസ്ത്യൻസ്. ഒരു പനമ്പള്ളി ഗോവിന്ദനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻസ് ആയിരുന്നു, വേറെ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ അധികാരവും പദവിയും ധനവും ഒക്കെ കിട്ടിയ കാലമാണ്. അവർക്ക് യഥേഷ്ടം വിദേശത്ത് നിന്നുള്ള ഫണ്ട് വരവും ആ ഫണ്ട് വരവും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനും അവസരം ഒരുക്കി കൊടുത്ത കാലമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുക. അല്ല, അവർ കുറ്റം പറയാന്നല്ലേ, വിദേശ ഫണ്ട് അവർ ഉപയോഗിച്ചോട്ടെ, അവർ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉപയോഗിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഫണ്ട് വരുത്തുന്നത്. എന്നിട്ട് അത് ആ പൈസ കൊണ്ട് മാവോയിസ്റ്റുകൾക്ക് കൊടുക്കുകയും ആ മാവോയിസ്റ്റുകളെ കൊണ്ട് സുപ്പാരി, ആളെ കൊല്ലിക്കാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന് വരാം, സുപ്പാരി ഇടപാട് വഴി ഹിന്ദു സന്യാസിമാരെ വധിക്കുന്ന ഇടപാടും അത് അവർ നിർത്തണം. അത് മാത്രമല്ല, അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, പ്രൊഫസർ M. കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലത്തിൽ ഒരിക്കൽ ഒരു കോളം എഴുതിയിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ പോയിരുന്നു, അഖിലേന്ത്യാ പര്യടനത്തിന് പോയ സമയത്തൊക്കെ അവിടെ ഒരു ഗ്രാമത്തിൽ പോയി കുറേ ദിവസം താമസിച്ചു. അദ്ദേഹം പറയുകയാണ്, ആ ഗ്രാമത്തിലെ പാതിരി ഒരു മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഗ്രാമത്തിലെ കുട്ടികൾക്കൊക്കെ ഈ പാതിരിയുടെ ഛായയാണ്.
ഇത് എഴുതിയിരിക്കുന്നതാണ് സാർ, സാഹിത്യ ഭാരഫലത്തിൽ അത് എഴുതിയേക്കുന്നതാണ്. അതും പ്രൊഫസർ എം കൃഷ്ണൻ നായരെ പോലെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന അപൂർവം വ്യക്തികളിൽ സാറിനെ പോലെ തന്നെ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമായിരുന്നു ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ. ഒരു രണ്ട് പ്രത്യേക ശൈലിയിൽ എഴുതുന്ന രണ്ട് വ്യക്തികളാണ് സാറും അതുപോലെ കൃഷ്ണൻ നായർ സാറും ഒക്കെ. അപ്പം നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റൂല. എത്രയോ വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ല, ഇത് ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റിയാണ്. CWC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അല്ല, ക്രിസ്ത്യൻ വർക്കിംഗ് കമ്മിറ്റിയാണ്, അല്ലെ കർദിനാൾസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് വേണേൽ പറയണം. അല്ല, അങ്ങനെ ഒരു ആക്ഷേപം നേരത്തെ ഉണ്ട് ഇതിന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി ഇറ്റാലിയൻ കാത്തലിക്കായിരുന്നു. ഇറ്റാലിയൻ കത്തോലിക്കായ സോണിയാഗാന്ധി ഭരിക്കുന്ന കാലത്ത് അവരാണല്ലോ മൻമോഹൻ ഒരു ഡമ്മിയായിരുന്നു. അയാൾ ഡമ്മിയായിരുന്നു. ആരും ഒരാളെയും ഗൗരവത്തിലെടുത്തിട്ടില്ല. സോണിയാഗാന്ധിയുടെ മകനും അയാളെ ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ മുഖത്തേക്ക് ആ പാർട്ടിയുടെ നേതാവ് ഒരു ബില്ല് എടുത്ത് വലിച്ചു കീറി എറിഞ്ഞു കൊടുത്തത് ഓർമ്മയുണ്ടാവുമല്ലോ. അതെ, 2013 നടന്ന സംഭവമാണ്. ഒരു പാർലമെന്റ് ബില്ല് വലിച്ചു കീറി. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം വി ഹാവ് ടു റെസ്പെക്ട് ദ പൊസിഷൻ, നോട്ട് ദ പേഴ്സൺ. അല്ല, ആ ചെറുക്കൻ പക്ഷേ 57 വയസ്സുകാരനായ ആ യുവ കോമളൻ, അത് ബോധമില്ലാത്ത കേസാണ്. അല്ല, ബോധമില്ലെങ്കിൽ പോലും ബോധമുണ്ട് എന്ന് പറയുന്ന, കാരണം എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് പണം പിരിക്കാൻ ബോധമുള്ളവരുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ, പ്രധാനമന്ത്രി നിൻ്റെ കളിപ്പാവയല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അയാൾക്ക് അത് ബോധ്യം ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ, നിങ്ങളെന്താ പറഞ്ഞാൽ, ഒരിക്കൽ പോലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല. രാജ്യസഭ വഴി വന്ന് പ്രധാനമന്ത്രിയായ ആളാണ് മൻമോഹൻ സിംഗ്. മാന്യനാണെന്നൊക്കെ. അന്ന് ഡിഫൻസ് മിനിസ്റ്റർ AK ആൻ്റണി, ഭക്ഷ്യവകുപ്പ് KV തോമസിനെ, കുര്യൻ ആദ്യം മന്ത്രിയായിരുന്നു, പിന്നീട് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത് അന്ന്. കപിൽ സിബൽ ഈസ് എ ക്രിസ്ത്യൻ, പ്രസ്ബിറ്റേറിയൻ ക്രിസ്ത്യനാണ്. അംബിക സോണി ഈസ് എ ക്രിസ്ത്യൻ. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ ഡൊമിനേഷൻ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായിട്ട് കരുതിയാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. അവരെ തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് സാർ, ഈ പാതിരി മക്കൾക്കും ബിഷപ്പുമാർക്കും കർദിനാൾമാർക്കും പിന്നെ ബാക്കി ആ കൂട്ടത്തിലുള്ള എല്ലാ അലവലാദികൾക്കും ഹിന്ദുക്കളോട് ഭയങ്കര വെറുപ്പാണ്, ഹിന്ദുക്കളോട് ഭയങ്കര ദേഷ്യമാണ്. നരേന്ദ്രമോദിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിലെ ആർച്ച് ബിഷപ്പോ കർണാടകത്തിലെ ഒരു ബിഷപ്പോ അതുപോലെ ഈ പ്രകാശ് രാജ് എന്ന് പറഞ്ഞ സിനിമാ നടൻ തേരാപാര നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് അവനൊരു ക്രിസ്ത്യാനിയായത് കാരണമാണ്. എനിക്കറിയാം. അല്ലാതെ വേറെ എന്ത് കാര്യമാണ്? അല്ല, അങ്ങനത്തെ ഇത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ മറിച്ചാണ് ചോദിക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ്, UDF അധികാരത്തിൽ വരുമ്പോഴാണ്. UDF കേരളം ഭരിച്ച ധനകാര്യം അവരുടെ ഭാഗത്ത്, വിദ്യാഭ്യാസം അവരുടെ ഭാഗത്ത്, ഇൻഡസ്ട്രി അവരുടെ ഭാഗത്ത്, പിന്നെ ഇങ്ങനെ മേജർ വകുപ്പുകൾ അവരല്ലേ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളാൻ കിട്ടുന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാണ് അവരുടെ വിശദീകരണം. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ലാഭമാണല്ലോ അവരുടെ പ്രശ്നം. ഇപ്പോൾ അത് തമിഴ്നാട്ടിൽ ജോസഫ് വിജയാണ്, അയാൾ മുഖ്യമന്ത്രിയാവും. അയാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ്സാണ്. തമിഴ്നാട്ടിൽ മറ്റേ ഇന്ത്യ അലയൻസ് തകർന്നു. ജോസഫ് വിജയുടെ കൂടെയാണ് കോൺഗ്രസ് ഭരിക്കാൻ പോണത്. അല്ല, അത് സ്വാഭാവികമായിട്ടും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ ആദ്യം സ്റ്റാലിൻ വന്നു, ഇപ്പൊ ജോസഫ് വന്നു. പണ്ട് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നല്ലോ ആദ്യത്തെ പേര്, ഇപ്പൊ ജോസഫ് വിജയ്. അപ്പൊ ജോസഫിന് ശേഷം സ്റ്റാലിന് ശേഷം ജോസഫ്. അല്ല, ഈ അയാളുടെ പേര് ജോസഫ് വിജയ് എന്നാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ എഴുതിയതിൻ്റെ പേരിൽ എന്തോരം തെറിയ ഞാൻ കേട്ടതെന്നറിയാമോ? ഞാൻ വർഗീയവാദിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഒരുവൻ അവൻ്റെ മതം എന്തിനാണ് മറച്ചു വെക്കുന്നത്? അതൊരു രഹസ്യ അജണ്ടയാണ്. അല്ല, എന്തിനാണ് ഈ മതം മറച്ചു വെക്കുന്നത്? അതുപോലെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കമൽ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ്റെ പേര് കമാലുദ്ദീൻ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അത് വർഗീയതയാണെന്ന്. അതെങ്ങനെയാണ് വർഗീയതയാകുന്നത്? ഒരാളുടെ പേര് പറഞ്ഞാൽ വർഗീയതയാകുമോ? സാർ വേറൊരു കാര്യം അറിയോ? പണ്ടൊരു നമ്മുടെ നാഗർകോവിലുകാരൻ ഒരു നാവികസേനാ മേധാവി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. മരിച്ചു അയാൾ 3 വർഷം മുമ്പ് 4 വർഷം മുമ്പ്. അയാളുടെ പേര് സുശീൽ കുമാർ എന്നായിരുന്നു. സുശീൽ കുമാറാണ്, തമിഴനാണ്,
നാവികസേന മേധാവിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ തമിഴന്മാർക്ക് സുശീൽ കുമാർ എന്നുള്ള പേര് വരുമോ എന്ന് വെച്ചാൽ ഞാൻ കുറേ അന്വേഷിച്ചു, പലരോടും ചോദിച്ചു നോക്കി. പിന്നെയാണ് മനസ്സിലായത് അയാളുടെ പേരെന്തായിരുന്നു അറിയാമോ? സുശീൽ കുമാർ ഐസക്. ആ, അതിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് മോദിയുടെ ഭരണത്തിന് കീഴിൽ ഞാനിരിക്കില്ല എന്ന് അല്ലല്ല ക്രിസ്ത്യാനികൾക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു സുരക്ഷിതത്വത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു മുന്നണിയുടെ കൂടെ അവർ നിന്നു എന്നുള്ളതേ ഞാൻ കാണുന്നുള്ളൂ ഇതിനകത്ത്. സാർ, ബി ജെ പിയുടെ വളരെയധികം ഉത്തരവാദിപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങയോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇനിയെങ്കിലും ബി ജെ പിയുടെ ടോപ്പ് നേതൃത്വത്തിൻ്റെ അടുത്ത് പറയണം, ക്രിസ്ത്യാനികളെ വിശ്വസിക്കരുത്, ക്രിസ്ത്യാനികൾക്ക് ഒരു പരിഗണനയും കൊടുക്കരുത്. ഹിന്ദുക്കൾക്ക് ബി ജെ പി എന്ത് പരിഗണന നൽകണം അത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുക, അതിന് ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന അപ്പീസ്മെൻറ്റ് മുസ്ലിങ്ങൾ, ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഇസ്ലാമിക് കോൺഗ്രസ് എന്നാണ് ഉത്തരേന്ത്യയിൽ അറിയപ്പെടുന്നത്. കോൺഗ്രസ് എന്നാണ്. ഓക്കെ, ഇത് എന്താ പറയണ, ഈ ബിഷപ്പുമാർക്കൊക്കെ നമ്മൾ ഓരോ സ്വർണത്തിൻ്റെ അംശവടിയും കൊടുത്ത് അവന്മാരെ സ്വർണത്തിൻ്റെ പേടകത്തിൽ അടക്കം ചെയ്താൽ കൂടി അവർ നമുക്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരു നടപടിയും അവർ സ്വീകരിക്കില്ല. അവർക്ക് എന്നും മറ്റേ റോമാ രാജ്യം, ആ റോമാ സാമ്രാജ്യം ഇവിടെ വരുത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രം. ഒരു കൂട്ടര് റോമാ സാമ്രാജ്യത്തിന് നിൽക്കുന്നു, വേറൊരു കൂട്ടര് ദാറുൽ ഇസ്ലാമിന് നിൽക്കുന്നു, നടുക്ക് ഹിന്ദുക്കളും നിൽക്കുന്നു. എങ്ങും പോകാനില്ല. നമുക്കൊരു ദാറുൽ ഇസ്ലാമും ഇല്ല, വത്തിക്കാനും ഇല്ല, ഒന്നുമില്ല. ഓക്കെ.